പണ്ട് കാലങ്ങളിൽ പല രാജ്യങ്ങളിലും, അതായത് ചില പ്രദേശങ്ങളിൽ ഒരു പ്രത്യേകത സമ്പ്രദായം ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഓരോ വ്യക്തികളും മരണപ്പെടുന്നതിനനുസരിച്ച് അവരെ വേണ്ടപ്പെട്ട വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അവരെ മൃതശരീരത്തിനൊപ്പം ഒന്നിച്ചിട്ട് ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് ഇതാക്കുന്നത്, കുഴിച്ചിട്ടിട്ട് മണ്ണിട്ടുന്നത്. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എക്സാമ്പിൾ നമ്മളെ ഈജിപ്തിലെ മമ്മികളൊക്കെ ഉണ്ടല്ലോ, മമ്മികളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കൂടെ കുറേ ആഭരണങ്ങളും വിലവെടുക്കുള്ള വാള്, കത്തി, അങ്ങനത്തെ വള, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കിട്ടാറുണ്ട്. അങ്ങനെ ഈ കാറ്റഗറി വൈസിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പ്രദേശത്ത് ഇതേപോലെ സമ്പ്രദായനായിരുന്നു. അങ്ങനെ അവിടെ ഒരു പൊതു ശ്മശാനം ഉണ്ടായിരുന്നു. പൊതു ശ്മശാനത്തിൽ ഒരു ഹെൽപ്പറായിട്ടുള്ള ഒരാൾ, ആ പൊതു ശ്മശാനത്തിൽ ഒരു വാച്ച്മാന്, പിന്നെ അതേപോലെ തന്നെ ഈ മൃതശരീരം പരിപാലിക്കുന്ന ഒരാൾ, അതായത് മരിച്ചതിന് ശേഷം അതിൻ്റെ കർത്തവ്യങ്ങൾ ഇതെല്ലാം ചെയ്യുന്ന ആൾ. അങ്ങനെ ഇതിൽ ഈ രണ്ടുപേരുണ്ടല്ലോ ഒരു കോൺസ്പിറസി ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ ഈ ഹെൽപ്പറിനും പിന്നെ അതേപോലെ തന്നെ മൃതദേഹം പരിപാലിക്കുന്ന ഒരാൾക്കും, ഇവർ രണ്ടാളെന്ന് വെച്ചാൽ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് ഇയാൾ ആ മൃതദേഹം പരിപാലിക്കുന്ന ആള് ഈ ആ ശ്മശാനത്തെ ഹെൽപ്പർ ഇത് കൊടുക്കും, മെസ്സേജ് കൊടുക്കും, ഇന്നാൾ മരിച്ചിട്ടുണ്ട്, ഇന്നാളെ കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള സ്ഥലമാണ്, സാധനങ്ങൾ വരുന്നുണ്ട്, ഇന്നാൾ മരിക്കുന്നത് വില കുറഞ്ഞതാണ്, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരണത്തിൻ്റെ ഈ മണ്ണിട്ട് മൂടുമല്ലോ, അതായത് ആളെ കുഴിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ആളുകളൊക്കെ പോയി അന്ന് രാത്രി ഈ ചങ്ങായി എന്ത് ചെയ്യുന്നവരാ, ആ ശ്മശാനത്ത് വർക്ക് ചെയ്യുന്ന ആൾ ആ കുഴി ഇങ്ങനെ വീണ്ടും തോണ്ടിയിടും. എന്നിട്ട് അതിനകത്തുള്ള ആഭരണങ്ങൾ, വിലവെടുപ്പുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. എന്നിട്ട് ഇതിനെ 50-50 ആക്കിയിട്ട് ഇവർ രണ്ടാളും അടിച്ചു മാറ്റുന്നൊരു പരിപാടിയായിരുന്നു എപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ നാട്ടിലെ ഒരു വലിയൊരാൾ മരണപ്പെട്ടു. അന്നേരം ഈ മൃതദേഹം പരിപാലിക്കുന്ന ആളെന്ത് ചെയ്യുന്ന പറയാം, ഇയാളോട് ശ്മശാനത്തിൻ്റെ ഹെൽപ്പറോട് പറയടാ, അടിപൊളി കോളത്തിട്ടുണ്ട്, ഇന്ന് നല്ല ലൈഫ് സെറ്റാകുന്ന സാധനമാണ്, നീ വന്നിട്ട് എന്താക്കുക, ഇന്ന് രാത്രി പരിപാടി ഒപ്പിച്ചോ, നമ്മൾ ലൈഫ് സെറ്റാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് വളരെ ഹാപ്പിയായി. അങ്ങനെ വന്ന് മൃതദേഹം കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങളും മൃതദേഹമൊക്കെ അതിലിട്ട് കുഴിച്ചു മൂടി ആളുകളൊക്കെ പിരിഞ്ഞു പോയി, എല്ലാം കഴിഞ്ഞു. ഈ രാത്രിയായാലും ഈ അവിടുത്തെ ഹെൽപ്പർ എന്താക്കി, ഇതിൻ്റെ കബറിടം, ആ ശ്മശാനത്തിലുള്ള കുഴിമാടം അത് തുറന്നിട്ട് നോക്കി, മൃതദേഹം കാണാനില്ല. നോക്കുന്നേരം അവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഒരു ഗുഹ പോലത്തെ ഒരു സംഭവം തുടങ്ങി. ഈ ചങ്ങായിക്ക് പേടിയാൻ തുടങ്ങി. അന്നേരം പേടിയായി കഴിഞ്ഞാലും പിന്നെ അത്യാഗ്രഹം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് വലിയൊരാളാണ് ഇതായത്, അദ്ദേഹത്തിന് ഒരുപാട് വാല്യുബിളായിട്ട് സാധനമുണ്ട്. അങ്ങനെ എന്താക്കി അതിൻ്റെ ഉള്ളിലൂടെ നുഴഞ്ഞു കയറാൻ തുടങ്ങി. നുഴഞ്ഞു കയറുന്നവർ വീണ്ടും ആ ഗുഹ വലുതാൻ തുടങ്ങി. എന്നുവെച്ചാൽ ഗുഹക്ക് നീളമുണ്ടായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു, സമയം ഇങ്ങനെ പോയി. അങ്ങനെ ലാസ്റ്റ് എന്തായെന്ന് പറയാം, മൃതദേഹം കണ്ട് അപ്പോഴത്തേക്ക് സമയം കുറേ ഇരുട്ടി. പിന്നെ ഈ ആഭരണങ്ങളെല്ലാം എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ, ഈ പുറത്ത് ബടൻ ഇങ്ങനെ ചെക്കിങ്ങിനുള്ള സമയമായിരുന്നു. കുറച്ചു നേരം ഇന്ന് ആ കുഴിമാർക്ക് മണ്ണൊക്കെ പുറത്ത് വീണ കണ്ടിട്ട് ഇദ്ദേഹം എന്താക്കി, ആ മണ്ണെടുത്ത് മൂടിയിട്ട് ഈ ചങ്ങായി ഇതിൽ കുടുങ്ങി വെച്ചു. എന്താ പറയാ, ആ ചങ്ങായി മരണം കൂടി വെച്ചു. ഇതെന്താ കഥ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് അത്യാഗ്രഹത്തിനുള്ള കഥയാണ്. നമ്മൾ അധികമായിട്ട് അത്യാഗ്രഹം പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ കുഴികളിൽ പെടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉള്ളതിൽ ജീവിക്കുക, പിന്നെന്ന് വെച്ചാൽ ജീവിക്കാനുള്ള വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.